സംസ്ഥാനത്താകെ 1200 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയുടെ കാലാവധി അവസാനിക്കുന്നത് 2027 സെപ്റ്റംബർ 10 മാത്രമാണ്. അതൊഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 941 ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 വാർഡുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 2,267 വാർഡുകൾ, 14 ജില്ലാ പഞ്ചായത്തുകളിലെ 346 വാർഡുകൾ, 86 മുനിസിപ്പാലിറ്റികളിലെ 3,205 വാർഡുകൾ, 6 കോർപ്പറേഷനുകളിലെ 421 വാർഡുകൾ എന്നിവയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ 23,576 വാർഡുകളിലേക്കാണ്. ഓരോ വാർഡും ഓരോ നിയോജക മണ്ഡലമാണ്. ഓരോ നിയോജക മണ്ഡലത്തിനും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയ വോട്ടർ പട്ടികയുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം നടത്തിയിരുന്നു. 2024 സർക്കാർ പുതുക്കി നിശ്ചയിച്ച അംഗസംഖ്യ പ്രകാരവും 2011 സെൻസസ് ജനസംഖ്യ അടിസ്ഥാനമാക്കിയുമാണ് വാർഡ് വിഭജനം നടത്തിയത്. സംസ്ഥാനത്താകെ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന 21,900 വാർഡുകൾ ഡീലിമിറ്റേഷൻ പ്രക്രിയ വഴി 23,612 വർദ്ധിച്ചിട്ടുണ്ട്. പുതിയ വാർഡുകൾക്ക് അനുസൃതമായി വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് 2020 പൊതുതെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് 2023 2024 സമഗ്രമായി സംക്ഷിപ്തമായി പുതുക്കി പ്രസിദ്ധീകരിച്ചിരുന്നു. 2025 2 തവണയായി സംക്ഷിപ്ത പുതുക്കൽ നടത്തിയിട്ടുണ്ട്. ഒക്ടോബർ 25 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ആ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം സംസ്ഥാനത്താകെ 2,84,30,761 വോട്ടർമാരുണ്ട്.